Good morning. Good morning, ma'am. Indian Christmas. എന്തായിരുന്നു പ്രിയ സ്പെഷ്യല് ക്രിസ്മസിന്? പുറത്തൊക്കെ പോയി. ഓക്കെ, അടിച്ചു പൊളിച്ചല്ലേ. ട്രിപ്പ് പോയോ ആരെങ്കിലും? ഓക്കെ, എവിടേക്ക് പോയേ? വെക്കേഷനും കൂടി ആയതുകൊണ്ട് അടിച്ചു പൊളിച്ചല്ലേ എല്ലാവരും. മൂന്നാർ പോയി. ഓക്കെ, വേറെ ആരെങ്കിലും ട്രിപ്പ് പോയോ? ഇല്ല, ആരും പോയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ? ഫോർമുലാസ് കംപ്ലീറ്റ് ആക്കിയായിരുന്നോ? കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഒരു ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ ഇപ്പൊ നമുക്ക്. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടി ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ആ ചാപ്റ്ററില് നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് hospital quality manager. The quality manager in hospital should support the quality assurance programs at the hospital and be accountable for designing and establishing quality procedures, standards and specifications in hospitals. എന്താ പറയുന്നത് ഈ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്? എന്താണ്? ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ആ സെൽസിനെ എന്താണ് പിന്തുടരേണ്ടത്, അതുപോലെ തന്നെ എന്താ അത് ഡിസൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ ക്വാളിറ്റി മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്തുടരേണ്ടതും അതുപോലെ തന്നെ അത് ഡിസൈൻ ചെയ്യുന്നത് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലും ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആരുടേതാണ്? ഈ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടേതാണ്. He or she must be encourage quality improvement in all the process and procedures of the hospital and share reports. നല്ലൊരു സർവീസ് നമ്മള് ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ എന്തൊക്കെ റിപ്പോർട്ട്സുകളായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ആരുടേതാണെന്നാണ് പറയുന്നത്? ക്വാളിറ്റി മാനേജറുടേതാണ്. അപ്പൊ അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിലും ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ട്സുകളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് 1, 2, 3 പോയിന്റിലൂടെ കൊടുത്തിരിക്കുന്നത്. നോക്കാട്ടോ. Ensure good quality non-clinical service such as infection prevention, security, that's etc. അപ്പൊ എന്താണ് ഈ എന്താണ് ക്വാളിറ്റിയിലെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്? നോൺ ക്ലിനിക്കൽ സർവീസ്. നോൺ ക്ലിനിക്കൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സാപരമല്ലാത്ത സർവീസുകൾ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അതുപോലെ തന്നെ സെക്യൂരിറ്റി, ഡയറ്റ്സ്, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളിലും
ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതെന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളിൽ പറയുന്നത് എന്താണ്? നോൺ ക്ലിനിക്കൽ സർവീസുകളാണ്, ചികിത്സാപരമല്ലാത്ത സർവീസുകളാണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് ക്വാളിറ്റി സെക്യൂരിറ്റി ഇൻ ഡയറ്റ്. ഈ 3 കാര്യങ്ങളിലും ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് ഈ മാനേജറുടെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തെ കാര്യം നോക്കിയേ, എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്, OPD ഏരിയ. എന്താണ് OPD എന്ന് പറഞ്ഞാല്? എന്താണ് OPD? എന്താ OPD? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD area, wards, labor room, OT and patient amenities എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങള് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഹൗസ് കീപ്പിംഗ് സർവീസസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഹൗസ് കീപ്പിംഗ് സർവീസസ് നമുക്ക് എടുത്തു തുടങ്ങിയ ഹൗസ് കീപ്പിംഗ് എക്സ്റ്റേണൽ ഏജൻസീസുമായിട്ടുള്ള ആ സർവീസുകൾ. ഓക്കെ, പുറത്തെ സർവീസുകൾ കേട്ടോ. അപ്പോ എന്താണ് എക്സ്റ്റേണൽ ഏജൻസീസുമായിട്ട് ഉൾപ്പെടുന്ന സർവീസുകളെയാണ് നമ്മൾ ഈ ഔട്ട്സോഴ്സ്ഡ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഏതൊക്കെയാണ്? OPD സർവീസസ്, OPD ഏരിയാസ്, വാർഡുകള്, ലേബർ റൂംസ്, OT, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഔട്ട് പേഷ്യന്റ് സർവീസസുകള്, അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസുകള്, ഔട്ട്സോഴ്സ്ഡ് സർവീസസുകള്, ഇതിനൊക്കെ നമ്മൾ എന്താണ് ഒരു ക്ലീൻ അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ക്ലീൻ സറൗണ്ടിങ്സ് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക്ലിസ്റ്റ് ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ എ ഫെസിലിറ്റി. അപ്പൊ എന്താണ് ഈ നമ്മള് എന്ത് ചെയ്യണം? പീരിയോഡിക്കലി ഇവാലുവേഷൻ ചെയ്യണം. എന്തുമായിട്ട്? ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും അല്ലെ, അവിടെ കൊടുക്കുന്ന സർവീസുകൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓരോ സ്റ്റാൻഡേർഡ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓരോന്നും ചെക്ക് ചെയ്തിട്ട് അത് ഇത്ര സ്കോർ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള ആ സ്കോറിലേക്ക് എത്തുന്നുണ്ടോ, എല്ലാം അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസുകൾ അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് സ്കോർസിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് പീരിയോഡിക്കലി ചെയ്യേണ്ടത് ആരാണ്? ഈ ക്വാളിറ്റി മാനേജറാണ്. പിന്നെന്താ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് അനാലിസിസ് എന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നീഡ് അനാലിസിസ് അവിടെ ഇല്ല, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഗ്യാപ്പ് അനാലിസിസിന്റെ മറ്റൊരു പേരുകളാണ് നീഡ് അനാലിസിസും അതുപോലെ തന്നെ നീഡ് അസസ്മെന്റ്. നീഡ് അനാലിസിസ്, നീഡ് അസസ്മെന്റ് എന്നൊക്കെ നമ്മള് ഗ്യാപ്പ് അനാലിസിസിന് പറയുന്നുണ്ട്. ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ അണ്ടർ ദി സൂപ്പർവിഷൻ of in charge of the hospital and monitor complaints. എന്താ പറയുന്നത് അവിടെ? ഈ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അവിടെ ഉള്ള ആവശ്യങ്ങളെ വിലയിരുത്തി അവരുടെ നിലവിലുള്ള പ്രവർത്തനങ്ങള് എങ്ങനെയാണ്, ഇനി വരാൻ പോകുന്ന സർവീസുകൾ എങ്ങനെയാണ്, അതെല്ലാം തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് അവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി, അതുപോലെ തന്നെ വരാൻ പോകുന്ന സർവീസുകൾ, ഈ ഹോസ്പിറ്റലിൽ വരാൻ പോകുന്ന സർവീസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആ രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലുള്ള ആവശ്യങ്ങൾ വിലയിരുത്തി അവിടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇനി വരാൻ പോകുന്ന സർവീസുകൾ, ഹോസ്പിറ്റലിൽ വരാൻ പോകുന്ന സർവീസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നോക്കിക്കൊണ്ട് അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. അതിനെയാണ് ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
identification gap, develop an action plan under the supervision of the in charge of a hospital and monitor complaints. In the hospital quality improve ചെയ്യണമെങ്കിൽ അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയുടെ മേൽനോട്ടത്തിൽ വേണം ആക്ഷൻ പ്ലാൻ എടുക്കാനായിട്ട്. ആക്ഷൻ പ്ലാൻ എടുത്ത് അത് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യേണ്ടത് ആരാണ്, അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടത് ആരാണ്? ഈ ക്വാളിറ്റി മാനേജർ ആണ്. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയുടെ മേൽനോട്ടത്തിൽ വേണം ആക്ഷൻ പ്ലാൻ എടുക്കാനായിട്ട്. ആ ആക്ഷൻ പ്ലാൻ എടുത്തിട്ട് അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ്. അതാണ് 4ാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി 5ാമത്തെ പോയിന്റ് എന്താ? ഫെസിലിറ്റേറ്റ് conduct of a meeting related to quality certification. നമുക്കറിയാം ഈ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് എന്താണ് ലാബ് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ JCI പഠിച്ചല്ലേ. ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ തരുന്ന ഏജൻസീസ് ആണ് ലാബ്, അതുപോലെ തന്നെ ഈ JCI എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരുമായിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റീസും കാര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? അവരുമായിട്ട് നമ്മൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ക്വാളിറ്റി മാനേജർ ആണ്. Ensuring that the hospital meets on regularly complaints like BMW, blood bank or storage license, AARB regulations, okay, etc. അപ്പൊ എന്താണ് പറയുന്നത്? ഈ ഓരോ ഹോസ്പിറ്റലിലും എന്താണ് നമുക്ക് പറയാം ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് AARB റെഗുലേഷൻസ്, അങ്ങനെയുള്ള റേഡിയേഷൻ ലൈസൻസുകൾ കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും. ഇപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനായാലും ഈ ബ്ലഡ് ബാങ്കിനായാലും അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനായാലും എന്തുണ്ട്? ലൈസൻസ് പ്രൊവൈഡ് ചെയ്യും. ലൈസൻസ് കൊടുത്തിട്ടാണ് അവര് ഓരോ കാര്യങ്ങളും, അവർക്ക് ലൈസൻസ് ഉണ്ട്. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടോ? പുറത്തുനിന്ന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? ഇല്ല. 1 മിനിറ്റ്. അപ്പോ എന്താണ് നമ്മൾ പറയുന്നത്? എന്താണ് ബ്ലഡ് ബാങ്കിനായാലും റേഡിയോളജിക്കായാലും അതുപോലെ തന്നെ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനായാലും ഒരു ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക് എനർജി റെഗുലേറ്ററി ബോർഡാണ് മറ്റേ എന്താണ് AARBയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ, റേഡിയോളജിയിൽ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഓക്കെ, ഓട്ടോമാറ്റിക് എനർജി റെഗുലേറ്ററി ബോർഡ് അതിന് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ലൈസൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലഡ് ബാങ്ക് ബ്ലഡിൽ സ്റ്റോർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണന്റ് സ്റ്റോർ ചെയ്ത് വെക്കൂലേ നമ്മള്, അതിനും ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ, ലൈസൻസ് ഉണ്ടെങ്കിലും അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ, കൺട്രോൾസും അവർക്കുണ്ട്. അത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും എന്താണ് മുതലായവ നമുക്കറിയാം. നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങൾ അല്ലെ. AARB അതിന് ലൈസൻസ് ഉണ്ട്, അതിന് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക്, ബ്ലഡ് കമ്പോണൻസ് സ്റ്റോർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലൈസൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അതിന് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അതിന് കൃത്യമായിട്ടുള്ള ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അതിനും എന്താണ് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അവർ പാലിക്കേണ്ടതുണ്ട്. അപ്പോ മുതലായവ പോലുള്ള നിയന്ത്രണങ്ങള് എല്ലാ ഹോസ്പിറ്റലും പാലിക്കുന്നുണ്ടോ? ഓക്കെ, മുതലായവ പോലുള്ള എല്ലാ നിയന്ത്രണങ്ങളും കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങളും നമ്മൾ നോക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ആര് നോക്കണം? ക്വാളിറ്റി മാനേജർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. പിന്നെന്താ? കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫിനാൻഷ്യൽ ഡിവൈസ് ആൻഡ് timeline for its repair along with the AMC for all equipment. എന്താണ് non financial devices എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്താ
കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നമ്മൾ റിപ്പയർ ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് വരുന്ന ഡിവൈസസുകളാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്ത ഡിവൈസസുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്താണ് ഹോസ്പിറ്റലാകുമ്പോൾ ഓരോ ഓരോ മെഷീൻസ് ആയാലും അത് കൃത്യമായിട്ട് നമ്മൾ ഓടേണ്ടത് അല്ലെങ്കിൽ സർവീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. പല രോഗികളും പല സ്കാനുകളായാലും പല ഫെസിലിറ്റീസ് കാര്യങ്ങളായാലും പല രോഗികളും വരുന്നതാണ് ദിവസം തോറും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എക്യുപ്മെന്റ്സ് ആയാലും അതുപോലെ തന്നെ മെഷീൻസ് ആയാലും കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഡിവൈസസുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ സമയബന്ധിതമായിട്ട് അത് റിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ പിന്നെന്താ AMC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനുവൽ മെയിൻ്റെനൻസ് കേട്ടോ. ആനുവൽ മെയിൻ്റെനൻസ് അതിന്റെ ഫുൾ ഫോം ആണ് ആനുവൽ മെയിൻ്റെനൻസ്. ഓക്കെ, അപ്പൊ എന്താണ് സമയബന്ധിതമായിട്ട് അത് റിപ്പയർ ചെയ്യാനായിട്ട് ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട്, ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട്, ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട് ആണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എന്താ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിവൈസസ് റിപ്പയർ ചെയ്യുകയും ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെട്ട് റിപ്പയർ ചെയ്ത് എന്താണ് അത് കറക്റ്റ് ആയിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും വേണം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ ക്വാളിറ്റി മാനേജർ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ നെക്സ്റ്റ് പോയിന്റ് എന്താ, planning and work out modalities towards upliftment and prevent maintenance of equipment and vehicles and modernization of hospital. അപ്പൊ എന്താ പറയുന്നത്, മൊഡാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് നടപടിക്രമം എന്നാണ് അതിന്റെ മീനിങ്. മൊഡാലിറ്റീസ് എന്ന് പറഞ്ഞാൽ നടപടിക്രമം. നമ്മള് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇപ്പോ ഹോസ്പിറ്റൽ നവീകരിക്കുന്നുണ്ടെങ്കിൽ മോഡേണൈസേഷൻ നവീകരണം അല്ലെ, അതുപോലെ തന്നെ കൃത്യമായിട്ട് അതിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഓരോ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചാലും ഓരോ വെഹിക്കിൾസ് ആയാലും ഓരോ മെഷീൻസ് ഉപയോഗിച്ചിട്ടും അതിന്റെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകൾ ചെയ്യാം. അതുപോലെ തന്നെ എന്താ വർക്ക്ഔട്ടും ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ടുള്ള അതിന്റെ നടപടിക്രമങ്ങൾ എടുക്കേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ആർക്കാണ്, ഈ ക്വാളിറ്റി മാനേജർക്കാണ്. എന്ന് പറഞ്ഞാല് ഇതുപോലെ എന്താ പറയുന്നത്, ഹോസ്പിറ്റലില് നമ്മള് എന്താണ് പല മോഡേണൈസേഷനും വരുത്താറുണ്ട് അല്ലെ, നവീകരണങ്ങൾ വരുത്താറുണ്ട്. നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചിലപ്പോ വെഹിക്കിൾസ് ആയാലും അതിന്റെ എക്യുപ്മെന്റ്സ് ആയാലും നമ്മള് മെയിൻ്റെനൻസ് വർക്ക് കൃത്യമായിട്ട് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് അതിന്റെ പ്ലാനിങ് നമ്മൾ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അതിനുള്ള പ്ലാനുകൾ അല്ലെ. മൊഡാലിറ്റീസ് എന്താണ് വർക്ക്ഔട്ട് മൊഡാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നടപടിക്രമങ്ങൾ എടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടും ആരാണ് ഉത്തരവാദി എന്ന് പറയുന്നത്, ഈ ക്വാളിറ്റി മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യും. To institute and effective grievances redressal system for the employees and the patient. എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും പേഷ്യൻസിനായാലും എന്താണ് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് കൃത്യമായിട്ട് കൊടുക്കേണ്ടത്, ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിച്ച് കൊടുക്കേണ്ടത് ക്വാളിറ്റി മാനേജറാണ്. സ്ട്രെങ്തൻ ഹോസ്പിറ്റൽ MIS KPI. KPIയുടെ ഫുൾ ഫോം ഒക്കെ അറിയാലോ, ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് പ്ലാൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മുതലായവയുള്ള കാര്യങ്ങൾ മുതലായവ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ഓരോ ആക്ഷൻസ് എടുക്കാനായിട്ട്, ആക്ഷൻസ് എടുത്തുകൊണ്ട് അത് റിപ്പോർട്ടുകൾ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം ആരുടേതാണ്, ക്വാളിറ്റി മാനേജറുടേതാണ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആയാലും മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെയും ഈ രണ്ട് കാര്യങ്ങളുടെയും സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ടും അതുപോലെ സ്ട്രെങ്തൻ ചെയ്യിപ്പിച്ചും കൃത്യമായിട്ടുള്ള ആക്ഷനുകൾ എടുത്ത് അത് എന്തെല്ലാം എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ക്വാളിറ്റി മാനേജറുടേതാണ്. കോർഡിനേറ്റർ ഇൻ അസസിംഗ് അതോറിറ്റി, അതുപോലെ തന്നെ അതോറിറ്റിയെ അസസ് ചെയ്യുന്നതിൽ കോർഡിനേറ്റ് ചെയ്യാം. എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു JCI ഉണ്ട്, അതുപോലെ തന്നെ NAB ഉണ്ടല്ലേ, ഇതൊക്കെ എന്താ സർട്ടിഫിക്കേഷൻ തരുന്ന ഏജൻസീസുകളാണ്. അപ്പൊ ഇവരാണ് നമുക്ക് എന്താണ് സർട്ടിഫിക്കേഷൻ തരുന്നത് അല്ലെ, ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് സർട്ടിഫിക്കേഷൻ തരുന്നത് ഈ JCI ആണ്, അതുപോലെ തന്നെ NAB ആണ്. അപ്പൊ അവർക്ക് എന്താണ്
അവര് വന്ന് വിലയിരുത്താൻ വേണ്ട സമയത്ത് നമ്മൾ അവർക്ക് ഓരോ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ, ഏകോപിപ്പിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ട കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും ക്വാളിറ്റി മാനേജറുടേതാണ്. എൻഷുർ ദ ക്വാളിറ്റി, എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ എന്താ ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷനുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എഡ്യൂക്കേഷൻസും എംപ്ലോയീസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടിയും ഈ ക്വാളിറ്റി മാനേജറുടേതാണ്. റെസ്പോൺസിബിൾ ഫോർ framing and recognize the hospital committees. എന്താണ് ക്വാളിറ്റി സർവീസസ് കൊടുക്കണമെങ്കിൽ ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ടും ഹോസ്പിറ്റലിലെ പല കമ്മിറ്റികളും രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് എന്താണ് പല കമ്മിറ്റികൾ രൂപീകരിക്കണം. അങ്ങനെയുള്ള കമ്മിറ്റി രൂപീകരിക്കേണ്ടതും അതുപോലെ തന്നെ ഫ്രെയിം ചെയ്യേണ്ടതും ആരാണ്? ക്വാളിറ്റി മാനേജറാണ്. അപ്പൊ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് എന്താണ്? ക്വാളിറ്റി സർവീസ് കൊടുക്കണമെങ്കിൽ, ക്വാളിറ്റിയുള്ള സർവീസ് ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഉറപ്പുവരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ക്വാളിറ്റി കമ്മിറ്റിയെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു കമ്മിറ്റിയെ രൂപപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ആ കമ്മിറ്റിയെ രൂപപ്പെടുത്തേണ്ടതും ഫ്രെയിം ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരം കാര്യങ്ങളാണ് ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് പറയുന്നത്. ആവശ്യം
ചെയ്യാം. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. 32 ഫോർമുലാസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ക്വാളിറ്റി മാനേജ്മെന്റ് ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് വായിച്ചു വെക്കാം. അതുപോലെ തന്നെ JCI ടാബ് അതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോം സ്റ്റാൻഡേർഡ്സുകള് ചാപ്റ്റേഴ്സ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അതിന്റെയൊക്കെ നമ്പേഴ്സുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. റീ എക്സാമിൻ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ അതിന്റെ ഇയേഴ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ നാബുകള് നാബ് NABH അല്ലെ അതിന്റെ ഷോർട്ട് ഫോം ആണ്. നാബ് റീഫോം ചെയ്യുന്നത് എവറി 4 years കൂടുമ്പോഴാണ്. അതുപോലെ തന്നെ JCI റീഫോം ചെയ്യുന്നത് റീ എക്സാമിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എവറി 3 years കൂടുമ്പോഴാണെന്നുള്ളത് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ഓരോന്നിന്റെ സ്റ്റാൻഡേർഡ്സുകളുടെ എക്സ്പയർഡ് ഫോം ഒക്കെ പഠിച്ചു വെക്കണം. അക്രഡിറ്റേഷൻ പഠിച്ചു വെക്കാം. കമ്പോണൻസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. എൻട്രി എന്താണ് എന്താ പിന്നെ അതുപോലെ തന്നെ എഫിഷ്യൻസി എന്താണ് എന്നുള്ളത് കേട്ടോ. അതുപോലെ ഇതായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്താണ് എംഎൽറ്റീസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കാം. കമ്പോണൻസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത് ഏതൊക്കെ വിളിച്ചുകളാണെന്നുള്ളതും കൂടി ഓർത്ത് വെച്ച് പഠിക്കാം. ഓക്കെ. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 7th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മിസ് എടുക്കുന്നത് 9th ചാപ്റ്റർ ആണ്. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. കിട്ടിയവരുടെ പേജ് നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഓക്കെ. 82. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല്? നമ്മളിങ്ങനെ ഓരോ ദിവസം തോറും കേൾക്കുന്നതാണ് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തത് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് ഇത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ? എന്തായിരിക്കാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ?
ബെറ്റർ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ പേഷ്യന്റിനെ സംതൃപ്തിപ്പെടുത്തുക, അല്ലെ? പേഷ്യന്റിന്റെ സംതൃപ്തി, അല്ലെ? പേഷ്യന്റിനെ സന്തോഷിപ്പിച്ച് വിടുന്നത് എന്താണ്? അവർക്കൊരു നല്ലൊരു കെയർ കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടയക്കുന്ന ഒരു ബെറ്റർ കെയർ കൊടുത്തുകൊണ്ട്, അല്ലെ? ഓക്കെ, അതിനെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, ചില ആളുകൾ പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരിക്കും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ഒക്കെ ആയിട്ട്. അവരൊക്കെ എന്തായിരിക്കാം, അവർക്ക് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കാം, അല്ലെ? ഓരോ കാര്യങ്ങളും അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചില ആളുകൾ പറയാറുണ്ട്, അല്ലെ? ബെറ്റർ കെയറിംഗ് ആണ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആണ്, പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? നമ്മളിലേക്ക് പോയിക്കോളൂ, അവിടെ നല്ല ഡോക്ടേഴ്സ് ആണ്, നല്ല കെയറിംഗ് ആണ്, അതുപോലെ തന്നെ നല്ല പരിചരണമാണ്, അതുപോലെ തന്നെ അധികം മരുന്നുകളൊന്നും എഴുതാറില്ല ഡോക്ടർ, അല്ലെ? അപ്പൊ ആവശ്യത്തിനുള്ള ബിഹേവിയർ, അല്ലെ? സ്റ്റാഫിന്റെ നമ്മളോടുള്ള പെരുമാറ്റങ്ങൾ നല്ല രീതിയിലാണ്, നമ്മളോട് ഉറപ്പായിട്ട് പെരുമാറാറില്ല, നല്ല രീതിയിൽ അധികം പൈസകളൊന്നും ഈടാക്കാറില്ല. അതൊക്കെയാണ് പല പേഷ്യൻസിനോട് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, അല്ലെ? പല കാര്യങ്ങളും അവർ പറയാറുണ്ട് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ആയാലും പല പേഷ്യൻസ് ആയാലും നമ്മളോട് സജസ്റ്റ് ചെയ്യാറുണ്ട്, ആ ഡോക്ടറിന്റെ അടുത്തൊക്കെ പോകുള്ളൂ, നല്ല ഡോക്ടറാണ്, അല്ലെ? ഞാൻ വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ നല്ല പരിചയം തന്നെ, അപ്പൊ ഞാൻ വേണമെങ്കിൽ എന്താണ് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പല ആളോടും സംസാരിക്കുമ്പോൾ അവര് ചോദിക്കാം, അവര് പറയാറുണ്ട് നമ്മളോട്, ഇല്ലേ? ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം, ഇല്ലേ? ആണോ? അപ്പൊ എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 9, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇൻട്രൊഡക്ഷൻ നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ കമ്പാരിറ്റീവ് ഫിനോമിനൻ. കമ്പാരിറ്റീവ് ഫിനോമിനൻ എന്ന് പറഞ്ഞാല് താരതമ്യേന ഉള്ള ഒരു പ്രതിഭാസമാണിത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. താരതമ്യേന ഉള്ള ഒരു പ്രതിഭാസമാണ്. എന്താ? which has been around since the 1960s, but active research on topic was started in late 1970s and early 1980s. എന്താ അതിൽ പറയുന്നത്? 1960 മുതൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലവിലുണ്ടെന്നാണ് പറയുന്നത്. 1960 മുതൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലവിലുണ്ട്. 1970കളുടെ അവസാനത്തിലും 1980കളുടെ ആദ്യ കാലഘട്ടത്തിലും അല്ലെങ്കിൽ തുടക്കത്തിലും ഈ വിഷയത്തില് സജീവമായിട്ടുള്ള ഗവേഷണങ്ങൾ, റിസർച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? This led to the substitution of the idea of quality of life by more patient-centered concept of quality of life. അപ്പോ റിസർച്ചുകൾ ആരംഭിച്ചിരുന്നു. അപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പണ്ട് കാലം മുതൽ, അല്ലെ? 60കളുടെ ആ തുടക്കത്തിൽ തന്നെ എന്തുണ്ടായി? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലവിലുണ്ടെന്നാണ് പറയുന്നത്. ആദ്യ കാലഘട്ടത്തില് നമ്മള് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കണക്കാക്കിയിരുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന നിലയിലായിരുന്നു. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിന്റെ അളവ്, അല്ലെ? ക്വാണ്ടിറ്റി, അളവ് എന്ന നിലയിലാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. പിന്നീട് എന്താണ്? രോഗി അല്ലെങ്കിൽ പേഷ്യന്റ് കേന്ദ്രീകൃത ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പേഷ്യന്റ് സെന്റേർഡ് എന്ന ഒരു കോൺസെപ്റ്റിലോട്ട് ഹോസ്പിറ്റലുകൾ വന്നു, അല്ലെ? ഇല്ലേ? അപ്പോ അങ്ങനെ വന്ന സാഹചര്യത്തില് ആ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് മാറി എന്തായി? ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന നിലയിലോട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കണക്കാക്കി വരുന്നു. ഓക്കെ, ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിത നിലവാരം. അപ്പൊ ആദ്യകാലങ്ങളില് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ആയിരുന്നു. പിന്നീട് ഹോസ്പിറ്റൽസ് പേഷ്യന്റ് സെന്റേർഡ്, രോഗികൾക്ക് നമ്മൾ ഇൻട്രൊഡക്ഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ചികിത്സ കൊടുക്കാനായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ആദ്യകാലങ്ങളിൽ ഹോസ്പിറ്റലുകളെ കണക്കാക്കിയിരുന്നത്. പിന്നീട് രോഗികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ ഒരു പേഷ്യന്റ് സെന്റേർഡ് എന്ന നിലയിലേക്ക് ഹോസ്പിറ്റലുകൾ വന്നു. അതോടുകൂടിയിട്ടാണ് പിന്നെ എന്താണ്? രോഗികളെ നല്ല കെയർ കൊടുക്കുക, അവരെ പരിചരിക്കുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഓരോ ഹോസ്പിറ്റലും കിട്ടേണ്ടതായിട്ട്, അല്ലെങ്കിൽ രോഗിയാണ് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ അസറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു കീ പോയിന്റ് അല്ലെങ്കിൽ കീ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും.
അപ്പോ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് പേഷ്യന്റ് സെന്റേർഡ് എന്ന നിലയിലേക്ക് ഹോസ്പിറ്റലുകൾ മാറി. അപ്പോ എന്തായിട്ട് വന്നു? ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം എന്ന ആ നിലയിലേക്ക് അല്ലെങ്കിൽ ആ കൺസെപ്റ്റിലേക്ക് ഹോസ്പിറ്റലുകൾ മാറിക്കഴിഞ്ഞു, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മാറിക്കഴിഞ്ഞു, ജീവിത നിലവാരം അല്ലെ. ഇനി എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്സ് ദ പേഷ്യന്റ് perceived requirements in his expectations from the health system and experience of health care. ഇനി ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ്സ്. എന്താണ് ഇൻകോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഉൾക്കൊള്ളുക, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 3 കാര്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട് അല്ലെ. പേഷ്യന്റ് പെർസീവ്ഡ് റിക്വയർമെന്റ്സ്, പേഷ്യന്റിന്റെ ആവശ്യകതകൾ അല്ലെ. ഓക്കെ, റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യകതകള്. അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻസ് ഫ്രം ദ ഹെൽത്ത് സിസ്റ്റം, അവരുടെ പ്രതീക്ഷകള്, ഹെൽത്ത് കെയർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രതീക്ഷകള് എങ്ങനെയാണ്. ആൻഡ് എക്സ്പീരിയൻസ് ഹെൽത്ത് കെയർ, ഇനി ആ ഹെൽത്ത് കെയർ കിട്ടുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന അനുഭവം, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനില് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? റിക്വയർമെന്റ്സ് ഉണ്ട്, എക്സ്പെക്ടേഷൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, this multi-dimensional concept consists of both the medical and non-medical aspect of health care. നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളാണ് മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആയിട്ട് ഇവിടെ കണക്കാക്കുന്നത്. എന്തൊക്കെയാണ്? എക്സ്പീരിയൻസ്, എക്സ്പെക്ടേഷൻസ്, റിക്വയർമെന്റ്സ്. ആ 3 കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ്? മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട്. മെഡിക്കൽ എന്ന് പറഞ്ഞാല് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളും, നോൺ മെഡിക്കൽ എന്തൊക്കെ വരുന്നുണ്ട്? നോൺ മെഡിക്കലിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എക്സാമ്പിൾസ് നോൺ മെഡിക്കൽ ആസ്പെക്ടിന് എക്സാമ്പിൾസ്. ആലോചിച്ച് നോക്കിയേ, ചികിത്സാപരമല്ലാത്ത സർവീസുകൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. ഓർമ്മ വരുന്നില്ലേ? എന്താ ചികിത്സാപരമായിട്ടുള്ള? ക്യാൻറ്റീൻ, വെരി ഗുഡ്. പിന്നെ ഹൗസ് കീപ്പിംഗ് സർവീസസ് അല്ലെ, ക്യാൻറ്റീൻ ഉണ്ട് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോൺ മെഡിക്കൽ ആസ്പെക്ട്സ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണെങ്കിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. മെഡിക്കൽ ആയിക്കോട്ടെ, നോൺ മെഡിക്കൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഇത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ പറഞ്ഞത് എന്താ? ഫസ്റ്റ് പാരഗ്രാഫില് എന്താണ്? ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് നിങ്ങളിപ്പോ ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം ക്വാളിറ്റി മാനേജ്മെന്റ് പോലെ തന്നെ ഓരോ ലൈനും ഇവിടെ എന്താ? അവിടെ ക്വാളിറ്റി ആയിരുന്നു, അതിന് പകരം ഇവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയാണ് ഓരോ ലൈനും കൊടുത്തിരിക്കുന്നത്. ആ ബോറടിക്കും നിങ്ങൾക്ക് കേട്ടോ. ലെങ്തി ചാപ്റ്റർ ആണ്, ഞാൻ നേരത്തെ പറയണേന് ഒരു ബോറിംഗ് ചാപ്റ്റർ ആണ്. അപ്പോ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടല്ലോ അല്ലെ, പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കേട്ടിരിക്കുക, അതുപോലെ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് താരതമ്യേനയുള്ള ഒരു പ്രതിഭാസമാണ്. 1960 മുതൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആ കൺസെപ്റ്റ് നിലവിലുണ്ട്. 1970കളുടെ അവസാനത്തിലും 80കളുടെ ആരംഭത്തിലും ആദ്യ തുടക്ക ഭാഗങ്ങളിലും എന്തായിരുന്നു? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നതിനെ കുറിച്ചുള്ള ഒരു സജീവമായിട്ട് ഗവേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുടക്ക കാലഘട്ടങ്ങളിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. പിന്നീട് ഹോസ്പിറ്റലുകള് പേഷ്യന്റ് സെന്റേഡിലോട്ട് മാറി. അപ്പോ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളത് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന കൺസെപ്റ്റിലേക്ക് വന്നു. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ 3 കാര്യങ്ങളിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അവരുടെ റിക്വയർമെന്റ്സ് ഉണ്ട്, എക്സ്പെക്ടേഷൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്റ്റുകളും ഉൾക്കൊണ്ടുകൊണ്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങള്. നോൺ മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചികിത്സാപരമല്ലാത്തത്, ഹൗസ് കീപ്പിംഗ്, അതുപോലെ ക്യാൻറ്റീൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോൺ മെഡിക്കലിൽ വരുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്തു തരാം. ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഡേറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം.
അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് ലൈഫും ക്വാളിറ്റി ഓഫ് ലൈഫും എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. Next paragraph നോക്കാട്ടോ. Patient satisfaction is a measure of extent to which a patient is satisfied with the health care which they got from their health care provider. എന്താണ് patient satisfaction എന്ന് പറയുന്നത്? പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രത്തോളം എന്താണ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത് അല്ലെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഹെൽത്ത് കെയർ കൊടുക്കുമ്പോൾ അവൻ എത്ര രീതിയിൽ എന്തെല്ലാം രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ കയ്യിൽ നിന്ന് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അവൻ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, patient satisfaction is concerned with how patient has the quality of their health care experience. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ പറ്റുന്നത്? ഒരെണ്ണം നമ്മൾ പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയർ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അത് നമുക്ക് അവൻ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതിനെയാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് അവന് ഹെൽത്ത് കെയറിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് അനുസരിച്ച്, എക്സ്പീരിയൻസ് വഴി നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവന് കിട്ടുന്ന അനുഭവത്തിലൂടെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അവൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അളക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെന്താ, it is the increasingly being evaluated in survey of a health care setting as a maker of quality of care together with the other dimensions of quality like access, relevance to requirements, effectiveness and efficiency. പിന്നെ എങ്ങനെയുള്ള നമുക്ക് അളക്കാൻ പറ്റും? സർവീസിലൂടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് ഓരോ സർവേകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെ, അവരുടെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ക്വസ്റ്റ്യൻസ് സർവേ നമുക്കറിയാലോ. എന്താണ് ഓരോ ചെറിയ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും, അതിൽ നമ്മള് സർവേ നടത്താറുണ്ട് അല്ലെ. സോൾവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മള് അതിൽ നിന്ന് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുമ്പോൾ അവൻ എത്രത്തോളം അതിന് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ സാറ്റിസ്ഫൈഡ് ആണ്, അവിടെ കൊടുക്കുന്ന സർവീസുകൾക്ക് അവൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് ആ സർവേയുടെ ഫീഡ്ബാക്ക് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ ആ പാരഗ്രാഫ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഹെൽത്ത് കെയറിൽ നിന്ന് അവൻ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അവന് ആ ഹെൽത്ത് കെയറിൽ നിന്ന് കിട്ടുന്ന അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, അവന് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത്. അതും നമുക്ക് പറയാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് എന്താണ്, സർവീസിലൂടെ സർവേകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് ആ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും കെയറുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് അതിൽ നിന്ന് സർവേ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചും അതിന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ vital metric to scale overall health care facility. Underline ചെയ്തേ, എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക്. മെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? മെട്രിക് എന്ന് പറഞ്ഞാല് അളവുകോലല്ലേ? ഓക്കെ, എന്താണ് വൈറ്റൽ പ്രധാനപ്പെട്ട ഒരു അളവുകോലാണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ ഓവറോൾ ആയിട്ട് അവർ കൊടുക്കുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ ഒരു അളവുകോലാണ് എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. കൃത്യമായിട്ട് അവന് ഓവറോൾ ആയിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കാനായിട്ടുള്ള ഒരു അളവുകോല് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്.
അണ്ടർലൈൻ ചെയ്യാം. With the help of a patient satisfaction survey. നമ്മൾ നേരത്തെ പറഞ്ഞ സർവേയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. Continuous measuring of a patient satisfaction and enhancing patient experience can be achieved. അപ്പൊ എന്താണ് ഈ സർവീസ് അനുസരിച്ചിട്ട് നമ്മൾ സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്, അവർ സാറ്റിസ്ഫൈഡ് ആണോ, അവിടെ കൊടുക്കുന്ന കെയറിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമുക്ക് അളക്കാനായിട്ട് ആ സർവേയിലൂടെ സാധിക്കുന്നുണ്ട്. It is a valuable tool to catch patient feedback. അണ്ടർലൈൻ ചെയ്യാൻ വാല്യുബിൾ ടൂൾ ആണ്. എങ്ങനെയാണ് വാല്യുബിൾ ടൂൾ എന്ന് പറയുന്നത്? എന്തിനായിരിക്കാം? It is a valuable tool to catch patient feedback without much effort. എന്തിനായിരിക്കാം വാല്യുബിൾ ടൂൾ എന്ന് പറയുന്നത്? എന്തിനായിരിക്കാം? എന്തിനായിരിക്കാം വാല്യുബിൾ ടൂൾ എന്ന് പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേനെ അല്ലെ, ആ സർവേ നടത്തുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്നും ഫീഡ്ബാക്ക് കിട്ടുന്നതനുസരിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങൾ നമുക്ക് അളക്കാനായിട്ട് പറ്റും അല്ലെ. എവിടെയെല്ലാം നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട്, ഏതൊക്കെയാണ് അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്ത മേഖലകള് അല്ലെ, അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതികള് അല്ലെങ്കിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സാറ്റിസ്ഫാക്ഷൻ സർവേനെ നമ്മൾ വാല്യുബിൾ ടൂൾ എന്നാണ് പറയുന്നത്. അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Patient satisfaction was evaluated by the questionnaires developed with the patients which gather information about the time spent at the appointment, travel cost, perceptions of quality of services, etc. അപ്പൊ എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങളും അളക്കാൻ പറ്റും അല്ലെ. സർവേ നടത്തുമ്പോൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യങ്ങൾ, ട്രാവൽ കോസ്റ്റ്, അതുപോലെ തന്നെ ക്വാളിറ്റി, അവരുടെ ക്വാളിറ്റി ഓഫ് സർവീസസ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ഈ സർവേയിലൂടെ അല്ലെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കി അതിലൂടെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന ഓരോ സർവീസിനും അവര് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഈ സർവേയിലൂടെ സാധിക്കുന്നുണ്ട്. Patient satisfaction surveys are a vital way to scale how your patient feel about their experience with your practice. Patient satisfaction survey അവരുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അളക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ to recommend your practice to others and they are also less probable to file complaints. പിന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മളോട് പറയും ആ ഹോസ്പിറ്റലിലോട്ട് പൊക്കോളൂ, ഇവിടെ നല്ല കെയറിംഗ് ആണ്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, നമുക്ക് എന്താണ് ക്യാഷ് അധികം ആവില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല ടെക്നോളജീസ് ഉണ്ട് എന്ന് നമ്മളോട് പറയാറുണ്ട് അല്ലെ. അതാണ് അവിടെ പറയുന്നത്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മളോട് റെക്കമെൻഡ് ചെയ്യും അല്ലെ, ആ ഹോസ്പിറ്റലിൽ പൊക്കോളൂ. ഇനി അതർവൈസ് ആണെങ്കിലോ എന്താണ് അവിടെ പോണ്ട, അല്ലെങ്കിൽ എന്താണ് പുതിയ എന്താണ് ഡോക്ടേഴ്സ് ഒക്കെ എന്താണ് മര്യാദ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സർവീസ് അല്ല എന്ന് നമ്മളോട് പറയാറുണ്ട്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മളോട് അവിടെ പോകാനായിട്ട്, മറ്റുള്ളവരോട് അതേഴ്സിനോട് അവിടെ പോകാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് എന്താണ് ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്സ്, അവർക്ക് എന്തുണ്ടാവില്ല, കംപ്ലൈന്റ്സ് അങ്ങനെ അധികം ഉണ്ടാവില്ല. Patient satisfaction is concerned as one of the most important parameter of quality. Underline ചെയ്യാം. Patient satisfaction is concerned as one most important parameter. Parameter എന്ന് പറയുന്നത് എന്താണ്? ഒരു ഘടകം അല്ലെ. എന്താണ് ക്വാളിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ആരെ കണക്കാക്കുന്നുണ്ട്? നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഘടകമാണ് പാരാമീറ്ററിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ക്വാളിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ,
The measurement of patient satisfaction is an important tool to research administration and planning. Okay, patient satisfaction എന്ന് പറയുന്നത് എന്താണ്? ഒരു എന്താ പറയുന്നത് എന്താണ് ഇതിന്റെയൊക്കെ നമ്മള് ഇപ്പോ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടും റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു ടൂളാണ്, ഇമ്പോർട്ടന്റ് ടൂളാണ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. റിസർച്ച് നടത്താനായിട്ട് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള പ്ലാനിങ് ചെയ്യാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണെന്ന് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പറയാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്ര മാത്സ് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.